അതെ, അവിടെ ഭരണം തന്നെ ഇല്ലല്ലോ. മുഖ്യമന്ത്രി 50ാം വാർഷികത്തിൽ കലാകാരന്മാരെയൊക്കെ വെച്ച് വലിയ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു ഔദ്യോഗികമായിട്ടൊരു കാര്യം സംസാരിക്കാൻ ആളില്ല ഇവിടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി, സാഹചര്യം വഷളായപ്പോൾ കോഴിക്കോട്ടുള്ള മന്ത്രിമാർ ആഗോള പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇന്നലെ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ ദുരന്തത്തെക്കുറിച്ച് സർക്കാർ ഭാഷ എന്താണ്, മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ചെറിയൊരു സംഭവമല്ലല്ലോ. ആളുകളെ മുൾമുനയിൽ നിർത്തിയില്ലേ എത്ര മണിക്കൂറുകൾ. ഇവിടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തകർന്ന് കിടക്കുമ്പോഴും മുഖ്യമന്ത്രി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വേടനെ കൊണ്ടും ആളെ കൂട്ടാൻ ഇപ്പോൾ അതാണ് പരിപാടി. ആളില്ല മുഖ്യമന്ത്രിയുടെ പരിപാടി. എന്നാൽ പിന്നെ വേടം വരട്ടെ എന്നാണ് പറയുന്നത്. കലാപരിപാടി വെച്ച് ആളെ കൂട്ടുന്ന പരിപാടി അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി. ഇത്തരം ഗൗരവതരമായ വിഷയങ്ങളുണ്ട്, അത് ചർച്ച ചെയ്യണം. ശരിയാണ്, ഈ ചൂണ്ടിക്കാണിച്ച കാര്യം പല സ്ഥലത്തുനിന്നുമാണ് ഫയർ എഞ്ചിനുകൾ വന്നത്. ഇവിടുത്തെ സിറ്റിയിൽ അതിനുള്ള സംവിധാനങ്ങളില്ല. ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് സർക്കാരാണ് ഉത്തരം പറയേണ്ടത്. അല്ല, അന്ന് സർക്കാർ പറഞ്ഞതല്ല സത്യം. അന്ന് സർക്കാർ പറഞ്ഞ കാര്യങ്ങളല്ല അവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല, ആ തീപിടുത്തം ഉണ്ടായതിനെ സംബന്ധിച്ച് പെട്ടെന്നൊരു അന്വേഷണം നടത്തി ഇപ്പോൾ ഉടനെ കുറ്റക്കാർ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും അതിനെക്കുറിച്ച് ഒരു നടപടിയും ഇല്ല. അത് എന്താണെന്ന് പോലും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസും അങ്ങനെ വിടരുത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം 2007 മുതലുള്ള ചരിത്രം നോക്കിയാൽ 2007 ഏപ്രിൽ മാസത്തിൽ മിഠായി തെരുവിലുണ്ടായ സംഭവം മുതൽ 2025 മെയ്യിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം വരെ നഗരത്തിന് ചുറ്റുപ്രദേശങ്ങളിൽ 15ഓളം സ്ഥലങ്ങളിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലും സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ കാരണങ്ങൾ ഇതാണ്. നമ്മൾ മാധ്യമങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യും, ഇതാണ് കാരണങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, വീഴ്ചയുണ്ട്, ലൈസൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ തുടർന്ന് ഇങ്ങോട്ടുള്ള ഒരു സന്ദർഭത്തിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതിലെല്ലാം വ്യാപകമായിട്ടുള്ള ഇളവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ദുരന്തം സർക്കാരിൻ്റെ സൃഷ്ടിയാണ്, കോർപ്പറേഷൻ്റെ സംഭാവനയാണ് ഈ ദുരന്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോർപ്പറേഷനെ കൂടി, അവർ മേയറേയും ഡെപ്യൂട്ടി മേയറേയും അതുപോലെ കോർപ്പറേഷൻ സെക്രട്ടറിയെയും അടക്കം പ്രതി ചേർത്ത് ഇതിൽ കേസെടുക്കണം.